പറഞ്ഞതല്ല, CPM തന്നെ പറഞ്ഞതാണ്. കൂത്തുപറമ്പ് വെടിവയ്പ്പിന് പ്രധാനപ്പെട്ട ഉത്തരവാദി റവാഡ ചന്ദ്രശേഖറാണ് എന്ന് CPM ആരോപിച്ച അതേ CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് റവാഡ ചന്ദ്രശേഖർ എന്ന കുറ്റാരോപിതനായി CPM 17 വർഷക്കാലം കോടതിക്കകത്തും പുറത്തും നിരന്തരമായി വേട്ടയാടി അദ്ദേഹത്തെ കേരള സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവിയായി തീരുമാനിച്ചിട്ടുള്ളത്, നിയോഗിച്ചിട്ടുള്ളത്. ഈ നിയമനം തീർത്തും ദുരൂഹമാണ്, ഒരു സംശയവും വേണ്ട. പിണറായി വിജയൻ ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും തമ്മിലുള്ള അവിഹിതമായ ബന്ധത്തിന്റെ അനന്തര ഫലമാണ് ഈ DGP നിയമനം. ഞാനിത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം 2016 കേരള മുഖ്യമന്ത്രിയായി ശ്രീ പിണറായി വിജയൻ ചുമതലയേറ്റതിനു ശേഷം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് ചെന്ന ആ ദിവസം തന്നെയാണ്. അന്ന് അർദ്ധരാത്രിയിലാണ് DGP ആയി സെൻകുമാറിന്റെ പേര് ഒഴിവാക്കി ലോക്നാഥ് ബെഹ്റയെ സംസ്ഥാന DGP ആയി കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഉത്തരവിറക്കിയത്. ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ നിയമനം, റവാഡ ചന്ദ്രശേഖരന്റെ നിയമനവും ലോക്നാഥ് ബെഹ്റയുടെ നിയമനവും തമ്മിൽ ഒരുപാട് സമാനതകളുണ്ട് എന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ. റവാഡ ചന്ദ്രശേഖർ ഞങ്ങൾ ആരും പറഞ്ഞതല്ല, CPM തന്നെ പറഞ്ഞതാണ്. കൂത്തുപറമ്പ് വെടിവയ്പ്പിന് പ്രധാനപ്പെട്ട ഉത്തരവാദി റവാഡ ചന്ദ്രശേഖറാണ് എന്ന് CPM ആരോപിച്ച അതേ CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് റവാഡ ചന്ദ്രശേഖർ എന്ന കുറ്റാരോപിതനായി CPM 17 വർഷക്കാലം കോടതിക്കകത്തും പുറത്തും നിരന്തരമായി വേട്ടയാടി അദ്ദേഹത്തെ കേരള സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവിയായി തീരുമാനിച്ചിട്ടുള്ളത്, നിയോഗിച്ചിട്ടുള്ളത്.